ഹൈ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ഇയറിന്റെ പേപ്പർ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം വാല്യുവേഷൻ ഉള്ളത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചിട്ടാണ്. നിലവിൽ 7 സബ്ജക്റ്റുകൾ അവിടെ വാല്യുവേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പറയുന്നത് ബികോമിന്റെ 3 പേപ്പറുകളാണ്. അതിൽ ആദ്യത്തത് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്. അതേപോലെ തന്നെ കോർപ്പറേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ബികോമിന്റെ വേറൊരു പേപ്പർ ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് വാല്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വാല്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ അത് യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്ന അതിന്റെ ആൻസർ കീ ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ റിസൾട്ട് വെയിറ്റിംഗ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ എഴുതിയ ആൻസേഴ്സും ഇവർ തന്നിരിക്കുന്ന കീഴത്തെ ആൻസേഴ്സ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ഒത്തു നോക്കാനും നിങ്ങൾക്ക് അതിൽ എത്ര മാർക്ക് ഏകദേശം കിട്ടുമെന്നൊക്കെ നിങ്ങൾക്കൊന്ന് അറിയാനൊക്കെ സഹായിക്കും. അതേപോലെ തന്നെ ഈ പേപ്പർ ഇനി പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും എങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സിറ്റി അതിന്റെ ആൻസേഴ്സ് തന്നിരിക്കുന്നതൊക്കെ അറിയാനും അതുവഴി നിങ്ങൾക്ക് നല്ലൊരു മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിനും കൂടി ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അത് വായിക്കും കൂടി ചെയ്യാം. കാരണം ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ അല്ലെങ്കിൽ അത് മനസ്സിലാവാതിരിക്കരുത്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അതൊപ്പം ഒന്ന് വായിച്ചു പോവാം. ഞാൻ എടുക്കുന്ന പേപ്പറുകളൊന്നും അല്ല അത്. അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും നമ്മളിതിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ അവർ തന്നിരിക്കുന്ന കീയിലെ ആൻസറും മാത്രം ഒന്ന് ഞാൻ വായിച്ചു തരാം. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. 6th സെമസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫിനാൻസ് സ്പെഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പേപ്പറാണ്. 2019 മുതലുള്ള അഡ്മിഷനിലുള്ള കുട്ടികൾക്കുള്ള പേപ്പറും കൂടിയാണിത്. ഇതിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതമാണ്. മാക്സിമം ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 25 മാർക്കാണ്. ക്വസ്റ്റ്യൻസ് വാട്ട് ഈസ് എ പോർട്ട്ഫോളിയോ, വാട്ട് ഡു യു മീൻ ബൈ സെമി സ്ട്രോങ് ഫോം ഹൈപ്പോത്തസിസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കൂപ്പൺ റേറ്റ്, നാലാമത്തത് വാട്ട് ഈസ് കോസ്, അഞ്ചാമത്തത് വാട്ട് ഈസ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആൻ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ, ഏഴാമത്തത് വാട്ട് ഡു യു മീൻ ബൈ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ, ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് UPSI, പത്താമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ഇൻവെസ്റ്റർ ആക്ടിവിസം, 11ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് YTC, 12ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബ്ലാക്ക് കാൻഡിൽ സ്റ്റിക്ക്, 13 വാട്ട് ഡു യു മീൻ ബൈ ഡ്യൂറേഷൻ ഓഫ് എ ബോണ്ട്, 14ാമത്തത് വാട്ട് ആർ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, 15ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സപ്പോർട്ട് ലെവൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗാംബ്ലിംഗ് ചോദിച്ചിട്ടുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഇസ് റിസ്ക്, റൈറ്റ് ആൻഡ് നോട്ട് ഓൺ അൺസിസ്റ്റമാറ്റിക് റിസ്ക്. 18ാമത്തെ ക്വസ്റ്റ്യനിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ എലിയറ്റ് വേവ് തിയറി എന്താണെന്നുള്ളത്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻഡ് നോട്ട് ഓൺ മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ദ എംപിരിക്കൽ ടെസ്റ്റ് ഓഫ് എ വീക്ക് ഫോം എഫിഷ്യൻസി. 21ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ആൻഡ് നോട്ട് ഓൺ ഷാർപ്പ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ എന്താണെന്നുള്ളത്. പിന്നെ 22ാമത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ യു ഹാവ് ഡിസൈഡഡ് ടു ബൈ 500 ഷെയർസ് ഓഫ് ആൻ IT കമ്പനി വിത്ത് ദ ഇന്റൻഷൻ ഓഫ് സെല്ലിംഗ് ഔട്ട് അറ്റ് ദ എൻഡ് ഓഫ് 5 years. You estimate that the company will pay rupees 3.50 per share as dividend for the first 2 years and 4.50 per share for the next 3 years. You further estimate that at the end of the 5-year holding period, the share can be sold for rupees 85. And what would you be willing to pay today for these shares if your required rate of return is 12%? ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് 23rd. സ്റ്റോക്ക് ഇൻഫോസിസ് ആൻഡ് ടെക് മഹീന്ദ്ര yielded the following for past years. 2021 22 രണ്ട് കമ്പനിയുടെ റിട്ടേൺസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻഫോസിസിൽ 12 18 ആണ്, ടെക് മഹീന്ദ്രയിൽ 14 12 ആണ്. വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ മെയ്ഡ് അപ്പ് ഓഫ് 60% ഇൻഫോസിസ് ആൻഡ് 40% ടെക് മഹീന്ദ്ര. അപ്പോൾ 2 പ്രോബ്ലംസും കൂടിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. സെക്ഷൻ സിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 24ാമത്തെ എസ്എ ക്വസ്റ്റ്യൻ ഡിഫൈൻ ഇൻവെസ്റ്റ്മെന്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്. 25ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇൻസൈഡർ ട്രേഡിംഗ്, വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് പ്രാക്ടീസസ്. 26ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ എക്കണോമി ഇൻഡസ്ട്രി കമ്പനി ഫ്രെയിംവർക്ക് അനാലിസിസ്. 27ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ ടെക്നിക്കൽ അനാലിസിസ്, വാട്ട് ആർ ഇറ്റ്സ് ബേസിക് പ്രിൻസിപ്പിൾസ്, ഓൾസോ ഡിസ്കസ് ദ വേരിയസ് മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് എസ്സേയിൽ വന്നിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആദ്യത്തെ സെക്ഷനിൽ 25 മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ സെക്ഷനിൽ 35 മാർക്സ് ആണ്. ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കാണ് മാക്സിമം നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ. 35 മാർക്സ് ആണ് പറ്റുന്നത്. എസ്സേ ക്വസ്റ്റ്യനിൽ ചോയ്സുകൾ 2 നിങ്ങൾക്ക് എഴുതാം. ഒന്നിന് 10 മാർക്ക് വീതം, അങ്ങനെ 20 മാർക്കാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിരുന്നത്. ഇനി ഇതിന്റെ ആൻസർ കീയിലേക്ക് പോവാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ്. ഒന്നിലധികം സെക്യൂരിറ്റീസിനെ നമ്മൾ പൂൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ചേർത്തുകൊണ്ട് ചെയ്യുന്നതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റിയിൽ മാത്രം നോക്കാതെ ഒന്നിലധികം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിന്റെ ബെനിഫിറ്റുകൾ എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. സെമി സ്ട്രോങ് ഫോം എന്താ ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ. ഇറ്റ് ഇസ് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഷെയർ പ്രൈസ് നോട്ട് ഓൺലി റിഫ്ലക്ട് ദ ഇൻഫർമേഷൻ കണ്ടന്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ പ്രൈസസ് ബട്ട് ഓൾസോ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ. അപ്പോൾ ഈ സെമി സ്ട്രോങ് ഫോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഷെയർ പ്രൈസ് കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത ഇൻഫർമേഷൻ തരിക എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിൽ എന്തൊക്കെയായിരുന്നു പ്രൈസ്, അതിന്റെ ഹിസ്റ്ററി, എല്ലാ കാര്യങ്ങളും തരുന്നതിനൊപ്പം തന്നെ അത് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടി ആണെങ്കിലാണ് സെമി സ്ട്രോങ് ഫോം ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്.
കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സഡ് ആൻഡ് പ്രിന്റഡ് ഓൺ ദ ബോണ്ട് സർട്ടിഫിക്കറ്റ്. നമ്മൾ ബോണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ആ ബോണ്ട് സർട്ടിഫിക്കറ്റിന്റെ ഒപ്പം തന്നെ അതിൽ എത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ് ആണെന്ന് ഫിക്സഡ് ആയിരിക്കും, അത് പ്രിന്റ് ചെയ്ത് ചേർത്തുണ്ടായിരിക്കും എത്ര പെർസെന്റേജിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നത് എന്നുള്ള ആ ഒരു റേറ്റിനെ തന്നെയാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ സ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതായിരുന്നു. അതായത് സെബി കംപ്ലൈന്റ് റിഡ്രസ് സിസ്റ്റം ആണത്. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സെബി ആണ് ടു ഫെസിലിറ്റേറ്റ് സ്പീഡി ആൻഡ് എഫിഷ്യന്റ് റിഡ്രസൽ ഓഫ് ഇൻവെസ്റ്റർ ഗ്രീവൻസസ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ തന്നെ റിഡ്രസ് ചെയ്ത് കൊടുക്കുക, അതിനെ പരിശോധിച്ച് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വെബ് ബേസ്ഡ് സിസ്റ്റം ആണ്. എനേബിൾസ് ഇൻവെസ്റ്റേഴ്സ് ടു ലോഡ്ജ് കംപ്ലയിൻസ് അഗെയിൻസ്റ്റ് ലിസ്റ്റഡ് കമ്പനീസ്. ആ ഒരു സെക്യൂരിറ്റി എക്സ്ചേഞ്ചിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും അതിന്റെ പ്രശ്നം പരിഹരിച്ച് കിട്ടാനുമുള്ള ഒരു സംവിധാനമാണ്. രജിസ്റ്റേർഡ് ഇന്റർമീഡിയറി ആയിക്കോട്ടെ, കമ്പനീസ് ആയിക്കോട്ടെ, മാർക്കറ്റ് എൻറ്റിറ്റീസ് ആയിക്കോട്ടെ, ഇതെല്ലാം സെബി റെഗുലേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു പരാതിയും പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് സ്കോർ എന്ന് പറയുന്നത്. അഞ്ചാമത്തേൽ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ആ റിലേഷൻഷിപ്പ് എങ്ങനെ എക്സ്പെക്ടഡ് റിട്ടേണും ബീറ്റയും തമ്മിലുള്ള ഒരു സെക്യൂരിറ്റിയുടെ ബീറ്റ വാല്യൂവും അതൊന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ നമ്മുടെ റിലേഷൻഷിപ്പിനായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. ആറാമത്തെ ക്വസ്റ്റനിൽ ദാറ്റ് പോർട്ട്ഫോളിയോ വിച്ച് ഡോമിനേറ്റ് അതർ പോർട്ട്ഫോളിയോ ഡ്യൂ ടു ലോവർ റിസ്ക് ഓർ ഹയർ റിട്ടേൺ ഈസ് നോൺ ആസ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ. ഒരു പോർട്ട്ഫോളിയോ നമ്മൾ എപ്പോഴും എഫിഷ്യന്റ് ആണെന്ന് പറയുന്നത് റിസ്ക് കുറവും റിട്ടേൺ കൂടുതലുള്ളത് എങ്ങനെയാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനാണ് എഫിഷ്യന്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രോസസ് ഓഫ് കമ്പയറിംഗ് ദ റിട്ടേൺ ഏൺഡ് ഓൺ പോർട്ട്ഫോളിയോ വിത്ത് റിട്ടേൺ ഓൺ വൺ ഓർ മോർ അതർ പോർട്ട്ഫോളിയോസ്. ഒന്നിലധികം പോർട്ട്ഫോളിയോസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക, ഏണിങ്സ് എങ്ങനെയാണ് കിട്ടുന്നുള്ള കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ തന്നെയാണ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റനിൽ ഫാക്ടർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ആർ ലീനിയർലി റിലേറ്റഡ് ടു ദ റിട്ടേൺസ് ഓഫ് എ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ്. നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീൻ്റെ റിട്ടേൺസ് ലീനിയർ ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ അതിനാണ് ഈ എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംഗിൾ ഇൻഡെക്സ് മോഡലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒൻപതാമത്തെ UPSI എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ്. ഇതിന്റെ അർത്ഥം ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ പബ്ലിക്കിന് അത് ഡിസ്ക്ലോസ് അത് ചെയ്യുകയാണെങ്കിൽ ഈസ് ലൈക്ലി ടു ഹാവ് ആൻ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദ മാർക്കറ്റ്. അങ്ങനെ ചെയ്യാൻ പാടാത്തത് അല്ലെങ്കിൽ ചെയ്യാത്ത ഒരു കാര്യത്തിനെക്കുറിച്ചാണ് നമ്മൾ പബ്ലിക്കിന് ഇൻഫർമേഷൻ കൊടുക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ പ്രൈസ് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻഫർമേഷന് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് റെലവെന്റ് ആണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ കേസിൽ. സബ്ജക്ട് ടു സ്ട്രിക്ട് റെഗുലേഷൻ ടു പ്രിവെന്റ് ഇൻസൈഡർ ട്രേഡിംഗ്. പ്രധാനമായിട്ടും ഇൻസൈഡർ ട്രേഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനുള്ള റെഗുലേഷൻ കൂടിയാണിത്. പത്താമത്തെ ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റർ ആക്ടിവിസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെഫേഴ്സ് ടു ദ എഫേർട്സ് മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ഓഫൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, ഹെഡ്ജ് ഫണ്ടുകളാവാം, ടു ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് എ പബ്ലിക്കലി ട്രേഡഡ് കമ്പനി ഇൻ വിച്ച് ദേ ഹോൾഡ് ഷെയർസ്. ഇതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ടു ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ദാറ്റ് ദ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ബിലീവ് വിൽ എൻഹാൻസ് ഷെയർ ഹോൾഡർ വാല്യൂ. അതായത് ഷെയർ ഹോൾഡറുടെ വാല്യൂ എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആ ഒരു ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. YTC എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈൽഡ് ടു കോൾ എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. ടു ദ എക്സ്പെക്ടഡ് yield ഓഫ് എ ബോണ്ട് ഇഫ് ഇറ്റ് ഈസ് ഹെൽഡ് അണ്ടിൽ ഇറ്റ്സ് കോൾ ഡേറ്റ്. അതായത് അതൊരു ഡേറ്റ് അവിടെ തന്നിട്ടുണ്ട്. ആ കോൾ ഡേറ്റ് ആവുന്ന വരേക്കുള്ള അത് നമ്മൾ ഹെൽഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് yield ടു കോൾ എന്നുള്ള YTC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് 12ാമത്തെ ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് എ സിറ്റുവേഷൻ വേർ ക്ലോസിംഗ് പ്രൈസ് ഓഫ് ദ ഡേ ഈസ് ലോവർ ദാൻ ദ ഓപ്പണിംഗ് പ്രൈസ്. ഓപ്പണിംഗ് പ്രൈസിനേക്കാൾ കുറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന ആ പ്രൈസ് എങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട്, അതായത് ബ്ലാക്ക് കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതായിരുന്നു ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓപ്പണിംഗ് പ്രൈസിനേക്കാൾ കുറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂവിനെയാണ് പറയുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യനിൽ കാലാവധി ബോണ്ടിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഡ്യൂറേഷൻ ഓഫ് എ ബോണ്ട് എന്ന് പറയുന്ന ടൈം പീരീഡ് അറ്റ് വിച്ച് ദ പ്രൈസ് റിസ്ക് ആൻഡ് ദ റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഓഫ് എ ബോണ്ട് ആർ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻസ്. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുകയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുകയും ചെയ്യുന്ന ആ ഒരു കാലയളവിനെ തന്നെ അവിടെ പറയുന്നത്. എന്തിനാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് ചോദിക്കുന്നത്? ടൈം സീരീസ് ദാറ്റ് റീച്ച് ദെയർ ഹൈ പോയിന്റ്സ് ഓർ ദെയർ ലോ പോയിന്റ്സ്. മാക്സിമം ഹൈ പോയിന്റും അവരുടെ മാക്സിമം ലോ പോയിന്റിലേക്ക് ഇൻ അഡ്വാൻസ് ഓഫ് ദ ഹൈ പോയിന്റ് ആൻഡ് ലോ പോയിന്റ്സ് ഓഫ് ടോട്ടൽ എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റിയുടെ ടോട്ടൽ എന്താണോ അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഒന്നില്ലെങ്കിൽ ഹൈ പോയിന്റ് ലോ പോയിന്റ് വരുന്നത്. അത് മുൻകൂട്ടി നമുക്ക് അറിയാവുന്ന കാര്യമാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ സപ്പോർട്ട് ലെവൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഒക്കേഴ്സ് വെൻ ദ പ്രൈസ് ഈസ് ഫോളിംഗ് ബട്ട് ബൗൺസസ് ബാക്ക് ഓർ റിവേഴ്സ് എവറി ടൈം വെൻ ഇറ്റ് റീച്ചസ് എ പെർട്ടിക്കുലർ ലെവൽ. എപ്പോഴും നമുക്ക് പ്രൈസ് ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതങ്ങനെ നിൽക്കില്ല, തീർച്ചയായിട്ടും ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ തിരിച്ചന്നെ അത് വരും എന്നുള്ളതാണ് പറയുന്നത്. വെൻ ഓൾ ദീസ് ലോ പോയിന്റ്സ് ആർ കണക്റ്റഡ് ബൈ എ ഹൊറിസോണ്ടൽ, ഇങ്ങനെ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ആ പോയിന്റുകളെല്ലാം കൂടിയിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈനിലൂടെ കണക്ട് ചെയ്യുന്നതിനെയാണ് സപ്പോർട്ട് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ ബിയിലേക്ക് വരികയാണെങ്കിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇൻവെസ്റ്റ്മെന്റും ഗാംബ്ലിംഗും തമ്മിലുള്ള ഡിഫറൻസുകളായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യുന്ന സഫീഷ്യന്റ് റിസർച്ച് ആവശ്യമാണ്. ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ റിസർച്ചിന്റെ ആവശ്യമില്ല. അവിടെ റിസ്ക് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഗാംബ്ലിംഗിലെ റിസ്ക് സീക്കേഴ്സ് ആണ് അല്ലെങ്കിൽ റിസ്ക് ലവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഗാംബ്ലിംഗ് എപ്പോഴും ഒരു അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഇമോഷൻസിന് ഒരു റോളും ഇല്ല ഇൻവെസ്റ്റ്മെന്റിൽ, പക്ഷേ ഗാംബ്ലിങ്ങിന് ഇമോഷൻസിന് റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓണർഷിപ്പ് ഓഫ് സംതിങ് ടാഞ്ചിബിൾ, നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഓണർഷിപ്പാണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഗാംബ്ലിംഗിൽ അങ്ങനെ ഒരു ഓണർഷിപ്പ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? വേരിയേഷനാണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും എന്നാൽ ആക്ച്വലി നമുക്ക് കിട്ടുന്നതും അവ തമ്മിലുള്ള ഒരു വേരിയേഷൻ, വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 10 രൂപ കിട്ടുന്ന വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എനിക്ക് ആക്ച്വലി അത് 8 രൂപയെ കിട്ടിയുള്ളൂ എങ്കിൽ ആ 8ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് എൻ്റെ നഷ്ടം അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താണെന്ന് ചോദിച്ചിട്ടായിരുന്നു. ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ടോട്ടൽ വേരിയബിലിറ്റി ഇൻ റിട്ടേൺ വിച്ച് ഈസ് കോസ്ഡ് ബൈ സം ഫേം സ്പെസിഫിക് ഫാക്ടേഴ്സ് ഓർ യൂണിക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള റിട്ടേൺസിലെ വേരിയേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലാണ്, ബിസിനസ് റിസ്ക് ഉണ്ട്, ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ ചോദിച്ചിട്ടുണ്ട് എലിയട്ട് വേവ് തിയറി എന്താണെന്നുള്ളതാണ്. അപ്പോൾ അത് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. റാൽഫ് എലിയട്ട് ആണ് അത് ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് മൂവ് ചെയ്യുന്ന വേവ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 5 വേവ്സ് ആണ് ഇനീഷ്യൽ സ്റ്റേജിൽ, പിന്നീട് ലേറ്റർ 3 വേവ്സ് വരുന്നുണ്ട്. വേവ്സ് 1, 3, 5 ആണ്. ഇമ്പൾസ് വേവ്സ് പറയുന്നത് വേവ്സ് 2ഉം 4ഉം ആണ്. കറക്റ്റീവ് വേവ്സ് കറക്ഷൻ ലേബിളുടെ ABC, A ആൻഡ് C അഗെയിൻസ്റ്റ് ട്രെൻഡ് ആയിരിക്കും, B അലോങ് വിത്ത് ദ ട്രെൻഡ് ആയിരിക്കും. അവർ ചാർട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ ദീസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ യൂസ് ടു സ്റ്റഡി ദ ട്രെൻഡ് ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിൽ അതിൻ്റെ ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ട് പഠിക്കാനുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ മാർക്കറ്റ്, ഓർഡർ ലോട്ട് ഇൻഡെക്സ്, മ്യൂച്വൽ ഫണ്ട് ക്യാഷ് റേഷ്യോ, ഇതൊക്കെയാണ് വരുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ സീരിയൽ കോറിലേഷൻ ടെസ്റ്റ്, റൺ ടെസ്റ്റ്, ഫിൽറ്റർ ടെസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ, ഇതൊക്കെയാണ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യനിൽ വില്യം ഷാർപ്പ് സജസ്റ്റഡ് ദാറ്റ് ദ സാറ്റിസ്ഫാക്ടറി സിംപ്ലിഫിക്കേഷൻ ഓഫ് മാർക്കോവിറ്റ്സ് മോഡൽ ക്യാൻ ബി achieved by abandoning the covariance of each security with each other security and substituting in its place the relationship of each security with a market index. This is known as Sharpe single index model. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ പഠിച്ചോളാം. ഇനി 22ാമത്തേൽ ആ തന്നിരിക്കുന്ന ഓരോ വർഷത്തെയും വാല്യൂസ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ 2 വർഷം 3.50, പിന്നെ വരുന്നത് 3 വർഷം 4.50 ആണ്. ലാസ്റ്റ് നമ്മൾ വിൽക്കുന്ന സമയത്ത് 85 റുപ്പീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ താഴെയൊക്കെ 1 + 0.12% റിട്ടേൺ, അപ്പോൾ 1 + 0.12 ഹോൾ റൈസ് ടു 1, അങ്ങനെ 5 വർഷത്തെയാണ് താഴെ കാണിച്ചിരിക്കുന്നത്. മുകളിൽ കിട്ടുന്ന റിട്ടേൺസിനെയും എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം പ്രൈസ് ആ ഷെയറിന് കൊടുക്കാൻ പറ്റുന്ന 62.762 രൂപയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി അതിൻ്റെ ഇൻഫോസിസിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് അപ്പോൾ 12 + 18/2 ആണ്. അപ്പോൾ അത് 15% ഇവിടെ വന്നിട്ടുണ്ട്. ടെക് മഹീന്ദ്രയുടെ 14 + 12 ആണ് വരുന്നത്. /2 ചെയ്യുമ്പോൾ 13%. അത് എക്സ്പെക്ട് ചെയ്യുന്ന പോർട്ട്ഫോളിയോ റിട്ടേൺ പറയുന്നത് 0.6 × 15ഉം 0.4 × 13ഉം ആണ്. അപ്പോൾ നമുക്ക് 14.2% ആണ് എക്സ്പെക്റ്റഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ അവിടെ കിട്ടുന്നത്. ഇനി സെക്ഷൻ സിയിലേക്ക് പോവുകയാണെങ്കിൽ 24ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻഡ് ആസ് ദ കമ്മിറ്റ്മെന്റ് ഓഫ് ഫണ്ട്സ് വിത്ത് എക്സ്പെക്ടേഷൻ ഓഫ് ഏർണിംഗ് സം പോസിറ്റീവ് റേറ്റ് ഓഫ് റിട്ടേൺ. ചില പോസിറ്റീവായിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഏതെങ്കിലും ഫണ്ടുകളുമായിട്ട് കമ്മിറ്റഡ് ആവുക, അതിനാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. കോർപ്പറേറ്റ് സെക്യൂരിറ്റികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം, ബാങ്കിൽ, NBFCയിലൊക്കെ, UTIയിൽ നിക്ഷേപിക്കാം, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കാം, പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റുകളുണ്ട്, സർട്ടിഫിക്കറ്റുകളുണ്ട്, ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ട്, പ്രൊവിഡന്റ് ഫണ്ട് സ്കീം ഉണ്ട്, ഗവൺമെന്റ് സെമി ഗവൺമെന്റ് സെക്യൂരിറ്റികളുണ്ട്. ഇതെല്ലാമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് എന്ന് പറയുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യനിൽ അപ്പോൾ ഇത് ഓരോ പോയിന്റുകൾ എഴുതിയിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻസൈഡർ ട്രേഡിംഗ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പുറമേ പബ്ലിക്കിന് കൊടുക്കണം മുന്നേ തന്നെ അവനവൻ്റെ ആളുകളെ അറിയിച്ചുകൊണ്ട് ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ബൈങ് ആൻഡ് സെല്ലിംഗ് ഒക്കെ നടത്താം. അതൊരു വയലേഷൻ ആണ്. മെറ്റീരിയൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ അബൌട്ട് ദ സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു ഷെയറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും പബ്ലിക്കിന് കൊടുക്കാതെ അതിന് മുന്നേ തന്നെ ഉള്ളിലുള്ള ആളുകളെ അറിയിച്ചുകൊണ്ട് ബൈങ്ങും സെല്ലിംഗ് നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ദിസ് പ്രാക്ടീസ് ഇൻവോൾവ്സ് ഇൻഡിവിജ്വൽസ് ഓഫൺ ഇൻസൈഡേഴ്സ് സച്ച് ആസ് കമ്പനി എക്സിക്യൂട്ടീവ്സ്. അങ്ങനെ ഉള്ളിലൊരു വാങ്ങലും വിൽക്കലും നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയുടെ എക്സിക്യൂട്ടീവുകളോ എംപ്ലോയീസോ അല്ലെങ്കിൽ മറ്റുള്ള അധികാരപ്പെട്ട ആളുകളോ വഴി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെബി എടുത്തിരിക്കുന്ന, ഇതിനെ തടയാൻ വേണ്ടിയിട്ട് സെബി എടുത്തിരിക്കുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ കൊണ്ടുവരിക, UPSI ഉണ്ട്, ഇൻസൈഡർ എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്യാം, അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് എന്താണെന്നുള്ളത്, ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്, പ്രീ ക്ലിയറൻസ് ഓഫ് ട്രേഡേഴ്സ് ഉണ്ട്, ട്രേഡിംഗ് വിൻഡോ ക്ലോഷർ, പീരിയോഡിക് റിപ്പോർട്ടിംഗ്, എൻഫോഴ്സ്മെന്റ് ആൻഡ് പെനാൽറ്റീസ്, മാർക്കറ്റ് സർവീലൻസ്, ഇത്രയും കാര്യങ്ങളാണ് അതിന് വേണ്ടിയിട്ട് സെബി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് EIC അനാലിസിസ് ആയിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എക്കണോമി അനാലിസിസ് ആണ്. എക്കണോമിനെ അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് 7 പോയിന്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഗ്രോത്ത് റേറ്റ്, നാഷണൽ ഇൻകത്തിന്റെ ഗ്രോത്ത് റേറ്റ്, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റുകൾ, എക്സ്ചേഞ്ച് റേറ്റുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, അവൈലബിലിറ്റി ഓഫ് മൺസൂൺ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഇത്രയും കാര്യങ്ങളാണ് എക്കണോമി അനാലിസിസിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇൻഡസ്ട്രീനെ അനലൈസ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയുടെ ലൈഫ് സൈക്കിൾ നോക്കുക, ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് എത്രത്തോളം ഇൻഡസ്ട്രിയിൽ ഉണ്ട് നോക്കുക, അതിൻ്റെ മറ്റുള്ള ഇൻഡസ്ട്രീസുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കോമ്പറ്റേറ്റീവ് കണ്ടീഷൻ എങ്ങനെ നോക്കുക, പെർമനന്റ് ആയിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ അതിനുള്ള പെർമനൻസി എങ്ങനെയുണ്ട് നോക്കുക, ലേബർ കണ്ടീഷൻസ് ആ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുമായിട്ട് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള കണ്ടീഷൻസ് എങ്ങനെയാണെന്നുള്ളത്, ഗവൺമെന്റിന്റെ ഈ മേഖലയോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത്, റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ എങ്ങനെ വരുന്നുണ്ടെന്നുള്ളത്, 8ാമത്തെ ക്വസ്റ്റ്യനിൽ അതിന്റെ കോസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണുള്ളത്. ഇത്രയാണ് ഇൻഡസ്ട്രീനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്.
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി വരുന്നത് കമ്പനി അനാലിസിസ് ആണ്. കമ്പനീനെ അനലൈസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് നോക്കുന്നത്. ആദ്യം കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ അനലൈസ് ചെയ്യുക. ലിക്വിഡിറ്റി റേഷ്യോ നോക്കുക, ലിവറേജ് റേഷ്യോ നോക്കുക, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ് എല്ലാം നോക്കുക. രണ്ടാമത് കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ ആണ്. മൂന്നാമത്തേല് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആണ്. നാലാമത്തേല് മോഡേണൈസേഷൻ ആൻഡ് എക്സ്പാൻഷൻ പ്ലാൻസ് ആണ്. അഞ്ചാമത്തേല് ഓർഡർ ബുക്ക് പൊസിഷൻ ആണ്. പിന്നെ 27ാമത്തെ ക്വസ്റ്റിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഷെയർ പ്രൈസ് ഡാറ്റ ടു ഐഡന്റിഫൈ സം പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഷെയർ പ്രൈസ്. നമുക്ക് ഫ്യൂച്ചറിൽ ഷെയറിന്റെ പ്രൈസ് എങ്ങനെ പോകും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പാറ്റേൺസും ട്രെൻഡുകളും ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. അതിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ബോത്ത് റാഷണൽ ആൻഡ് ഇറേഷണൽ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇൻ പെർട്ടിക്കുലർ ഡയറക്ഷൻ, ഏതെങ്കിലും ചില ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ആൻഡ് ഫോർ സം ലെങ്ത് ഓഫ് ടൈം, ചില സമയപരിധി വരെ അത് അങ്ങനെയായിരിക്കും. ആ ട്രെൻഡുകളിൽ നമുക്ക് ചിലപ്പോൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും സപ്ലൈയും ഒക്കെ കാണാൻ സാധിക്കും. പാറ്റേൺസ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ പ്രൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കലി വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് മൂവിംഗ് ആവറേജ് യൂസ് ചെയ്യാം, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻഡിക്കേറ്റേഴ്സ് ROC എന്ന് പറയുന്നത്, പിന്നെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് RSI എന്ന് പറയുന്നത്, പിന്നെ മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ആൻഡ് ഡിവേർജൻസ് അല്ലെങ്കിൽ ഡൈവേർജൻസ് അവിടെ യൂസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബികോമിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ കീയും യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്ന ആൻസർ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രകാരമായിരിക്കും നമ്മൾ വാല്യുവേഷൻ എല്ലാം നടത്തുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ എക്സാം എഴുതിയവരാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കുക നിങ്ങൾ എത്രത്തോളം പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് കൃത്യമായി റിസൾട്ട് വരുമ്പോഴേക്കും ഇതിലൊരു മാർക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. തീരെ കുറഞ്ഞു പോകുകയാണെങ്കിൽ നമുക്കപ്പോൾ അത്രയും ഉറപ്പുണ്ടെങ്കിൽ റിവാലുവേഷൻ പോലുള്ള പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഇനി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ആരും മറക്കരുത്. ഓക്കെ.